നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഈ സിനിമയിലെ വനിതകൾ നേരിടുന്ന ചൂഷണത്തിനെതിരെയാണല്ലോ ഹേമ കമ്മിറ്റി സർക്കാർ നിയമിക്കുകയും അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായ പുകിലുകൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ റിപ്പോർട്ടിനകത്ത് യഥാർത്ഥ വസ്തുതകളിൽ പകുതിയും മാറ്റിവെച്ചിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അത് സർക്കാരിന് തള്ളാം കൊള്ളാം, ആ ഒരവസ്ഥയിലാണ്. പക്ഷേ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പ്രകാരം നടപടി എടുക്കുന്നതിന് പകരം അധികാരമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുകൾ തുടർന്നാണ് ഇപ്പം ഓരോ ദിവസം പ്രതി ഓരോരോ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും ഇന്ന് ടി പത്മനാഭൻ പറഞ്ഞ കണക്ക് ഈ വമ്പൻ സ്രാവുകളൊക്കെ ഒഴിവായി പരൽമീനുകളാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിലൂടെ ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഈ മഹാനടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇവർ പ്രതികരിക്കുന്നുമില്ല. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടി പോവുകയും ചെയ്തു. മോഹൻലാൽ ആവട്ടെ വാട്സാപ്പിൽ കൂടെ ഈ അമ്മയെ പിരിച്ചുവിടുകയും ചെയ്തു. ജനങ്ങൾക്ക് ഒരുപാട് അമ്മയെ ഞങ്ങൾ പോകുന്നു എന്നും പറഞ്ഞ് ഇവരെല്ലാം പോവുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾക്ക് വലിയ സംശയമുണ്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമല്ല, ഈ റിപ്പോർട്ടിന്റെ പകുതി ഭാഗങ്ങൾ ഉള്ളടക്കത്തിൽ വലിയൊരു ഭാഗം ഒഴിവാക്കിയതിനെക്കുറിച്ച് എന്താണ്? അതെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് പറയുന്നു, ആർക്കെതിരെ പറയുന്നു, അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ അതാണ് പുറത്തു വരേണ്ടത്. അതിന് പകരം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്തു വന്നതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാം. അതിനുവേണ്ടി ഒരു SIT രൂപീകരിച്ചു, കുറച്ച് IPS ഉദ്യോഗസ്ഥരെ സമിതി. അതെ, അപ്പൊ അതിൽ വന്ന് പരാതി പറയുന്നവർ ആർക്കെതിരെ പറയുന്നോ അതാണ് ഇപ്പോൾ കേസെടുക്കുന്നത്. അതിൽ വന്ന് പരാതി പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത ഈ നടികളെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവര് എല്ലാം പുതുമുഖങ്ങൾ, എല്ലാം ജനത്തിന് തോന്നുന്നു. അതെ, അത് അറിയപ്പെടുന്ന ഒരാൾ പോലുമില്ല. പിന്നെ മിനു മുനീർ, അവരാണ് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് ഇപ്പൊ അവര് രംഗം വിട്ടിട്ട് തന്നെ വർഷങ്ങളായി. അപ്പൊ അതില് നമ്മളുടെ ഒരാൾ കൊല്ലത്തുകാരനായിട്ടുള്ള മുകേഷാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇപ്പൊ മുകേഷിനെതിരെ MLA കൂടിയാണ്, MLA ആണ്. ഇപ്പൊ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. CPM-ലും മുകേഷിന്റെ രാജിയെക്കുറിച്ച് രണ്ടഭിപ്രായത്തിലാണ്, രണ്ട് തട്ടിൽ നിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നേരത്തെ തന്നെ മുകേഷിനെതിരെ വലിയ ഈ പാർട്ടിയിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട്. ഇദ്ദേഹം ആദ്യം MLA സ്ഥാനം മത്സരിക്കാനായിട്ട് ആദ്യം സീറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ, അതെ, ആദ്യം കൊടുത്ത സമയത്ത് തന്നെ വലിയ പ്രതിഷേധം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നതാണ്. കാര്യം PK ഗുരുദാസനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു CPM നേതാവിനെ മാറ്റിയിട്ടാണ് മുകേഷ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ, അയാൾ CPM പോലും അല്ലായിരുന്നു, CPI കുടുംബത്തിലാണെന്നുള്ള ഒരു ഇത് മാത്രമാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് മുകേഷിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ പങ്കൊന്നുമില്ലായിരുന്നു. ഇത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പിണറായി വിജയൻ പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ്. പിണറായി വിജയൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ അതാ പറഞ്ഞ ഇപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നോമിനി എന്നുള്ള നിലയിലാണ്. ജില്ലാ നേതൃത്വത്തിന് വലിയ താല്പര്യം, അവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന്. അതാണ് അപ്പോഴാണ് ഇവിടെ ഇതിനിടയ്ക്ക് പരസ്പരം തന്നെ പലരും മുഖത്തോട് മുഖം നോക്കി, അതെ, അത്ഭുതത്തോടെ. അതെ, അപ്പൊ അങ്ങനെ രംഗത്ത് വന്ന ഒരാളാണ് മുകേഷ് എന്ന് പറയുന്നത്. ഒരു തവണ MLA ആയി, രണ്ടാം തവണയും MLA സ്ഥാനം അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തപ്പോൾ CPM-കാർ ഇവിടെ നല്ലൊരു ശതമാനം ആൾക്കാർ തീരുമാനിച്ച് എതിരായിട്ട് വോട്ടും ചെയ്തു. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കോൺഗ്രസ്സുകാര് ചതിച്ചത് കാരണം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സുകാർ തന്നെ ചതിച്ചത് കാരണം മുകേഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 2000 വോട്ടിന്റെ ഭൂരിപക്ഷം. ആദ്യം രണ്ടിടത്തും ചതിയും ചന്തുമാരുണ്ട്. അതെ അതെ അതെ. അപ്പൊ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ അകത്ത് ഇത് ഒരു പുത്തരിയൊന്നുമല്ല. സ്വന്തം സ്ഥാനാർത്ഥിയോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ എതിർത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ ഒരു കൂടപ്പറപ്പാണ്, അത് അവരുടെ സഹജ സ്വഭാവമാണ്. അപ്പൊ അതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷേ ആ ബിന്ദു കൃഷ്ണ 2000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മുകേഷിനോട് പരാജയപ്പെട്ടത്. അപ്പൊ രണ്ടാമതും MLA ആയി. ഇപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പൊ മുകേഷിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്തരം ആരോപണങ്ങൾ ഇത് ആദ്യമല്ല, മുൻപും മുകേഷിനെതിരെ ധാരാളം ആരോപണങ്ങൾ നിലനിന്നിരുന്നു. അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സരിതയെ അന്ന് ഇന്ത്യ വിഷൻ ചാനലിൽ ഇപ്പോഴത്തെ മന്ത്രിയായ വീണ ജോർജ് അന്ന് ഇന്ത്യ വിഷൻ ചാനലിൽ അവതാരകയായിരുന്നപ്പോൾ നടത്തിയ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വീണ്ടും അത് പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അത് വീണ്ടും വന്നിട്ടുണ്ട്. അതിനകത്ത്
അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും, ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസിന് അന്ന് അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ അന്നേ മുകേഷ് കുടുങ്ങിപ്പോയാലും. അല്ല, അവര് പറഞ്ഞ പക്ഷെ അവര് പറയുന്നത് മുകേഷിന്റെ അച്ഛൻ ഓമാധവന്റെ റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് അവർ പരാതിപ്പെടാൻ പോകാതിരുന്നതെന്നാണ്. അല്ലെങ്കിൽ അന്ന് തന്നെ പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് വരികയും മുകേഷിനെതിരെ ഒരുപാട് നടപടികൾ വരാനുള്ള സാധ്യതയും അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് ആ മുകേഷിന്റെ അച്ഛന്റെ ഒരു റിക്വസ്റ്റ് കൊണ്ട് മുകേഷിന്റെ അച്ഛൻ അവരെ ചെന്ന് കാല് പിടിച്ച് പറഞ്ഞു എന്നാണ് അവർ തന്നെ പറയുന്നത്. നീ കുറച്ചുകൂടെ ക്ഷമിക്ക്, എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് മുകേഷിനെതിരായിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ടെസ് ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു അവര് മുകേഷിനെതിരെ ഒരു മീറ്റു ആരോപണം അത് 5 വർഷം മുമ്പം കണ്ട് ഉന്നയിച്ചതാണ്. അത് മറ്റേ ഒരു കോടീശ്വരൻ പരിപാടി റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ചാനലില്. അപ്പൊ അതും ഒരു ആരോപണമുണ്ട്. ഇപ്പോഴും വീണ്ടും മുകേഷിനെതിരെ ഗുരുതരമായ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന് രാജിവെക്കണം എന്ന് പറയുമ്പോൾ CPM അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന ഒരു മുട്ടാപ്പോക്ക് ന്യായം എന്ന് പറയുന്നത്, നേരത്തെ കോൺഗ്രസ് MLA-മാരായ എൽദോസ് കുന്നപ്പള്ളി, M. വിൻസെന്റ്, ഇവർക്ക് രണ്ടുപേർക്കെതിരെ ഇതുപോലെ ഗുരുതരമായ പീഡന ആരോപണം വരികയും അവര് ജയിലിൽ കിടക്കുക വരെ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ രാജിവെച്ചില്ല. അവർ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് മുകേഷ് രാജിവെക്കണം എന്നാണ് ഇന്നിപ്പോ EP ജയരാജൻ LDF കൺവീനർ സാങ്കേതികപരമായ ഒരു ന്യായമാണ്. കാരണം പലരും അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കോൺഗ്രസ്സുകാർ മിണ്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 MLA-മാരും രാജിവെക്കേണ്ടി വരും ധാർമ്മികതയുടെ പേരിൽ. മാത്രമല്ല ഈ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ചില ബ്രഹ്മാസ്ത്രം ഇരിപ്പുണ്ട്. അതെ UDF-ലെ ചില നേതാക്കൾക്ക് അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം കെ. സുധാകരൻ പോലും വലുതായിട്ടൊന്നും പ്രസ് ചെയ്യുന്നില്ല മുകേഷ് രാജിവെക്കണമെന്ന്. ഇത് രാജിവെക്കണമെന്ന് യഥാർത്ഥത്തിൽ ഇപ്പൊ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. അതിന്റെ പിന്നിലെന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ മുകേഷ് അഥവാ രാജിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിൽ ലഡു പൊട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ. കേരളത്തിൽ അങ്ങോളം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. അതെ. കാരണം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ CPM-നും ഭയമുണ്ട്. കാര്യം ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് സ്ഥാനാർത്ഥി വന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവര് മുകേഷിന്റെ രാജിയിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അല്ല, മുകേഷ് വിശദീകരണം കൊടുത്തപ്പോൾ പോലും പിന്നെ മുഖ്യമന്ത്രി അന്വേഷിച്ചത് ഈ മുകേഷ് രാജിവെച്ചാൽ ഈ വിജയസാധ്യത ഉണ്ടോ എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോ പാർലമെന്റ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അപ്പൊ അതിൽ തന്നെ വ്യക്തമായതാണ് മുകേഷിന്റെ ജനപ്രീതി എത്രയുണ്ടെന്നുള്ളത്. 1.5 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രേമേന്ദ്രൻ മുകേഷിനെ തോൽപ്പിച്ചത്. അപ്പൊ അന്നേരം തന്നെ മുകേഷിന്റെ ഒരു ജനപ്രീതി വ്യക്തമായതാണ്. കാരണം മുകേഷും പാർട്ടിയായിട്ട് അത്ര സ്വരച്ചേർച്ചയല്ലെന്നാണ് പറയപ്പെടുന്നത്. പാർട്ടിയായിട്ട് മാത്രമല്ലല്ലോ, ഈ മണ്ഡലത്തിലുള്ള ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇദ്ദേഹത്തിന്? അല്ല, അത് മുകേഷിനെ കുറ്റം പറയേണ്ട കേസില്ലല്ലോ. മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച അതാണ് സംവിധാനം. എങ്കിലും ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മറ്റു മണ്ഡലങ്ങളിലെ MLA-മാരെ നോക്കിക്കഴിഞ്ഞാൽ അവര് എല്ലാ സമയവും ഇപ്പൊ നിയമസഭ ഇല്ലാത്ത സമയമാണെങ്കിൽ അവർ ഫുൾ ടൈം അവരുടെ മണ്ഡലത്തിൽ അവരുടെ ജനങ്ങളുടെ വോട്ടർമാരുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന് സിനിമ തിരക്കുണ്ടെന്നൊരു ന്യായീകരണം പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത്. എന്ന് വിചാരിച്ച് നമ്മളെ മണ്ഡലത്തിൽ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? പാർട്ടിക്കാർക്ക് പോലും ഇദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് നേരത്തെ ഫസ്റ്റ് ടൈമിൽ തന്നെ അവർക്ക് ഈ പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ പരാതി കൊടുത്താൽ അതെ മുകേഷിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും അതേ അവസ്ഥയാണ്. രണ്ടാമത് ജയിച്ചിട്ട് പുള്ളി തീരെ മണ്ഡലമായിട്ട് ഒത്തുപോകുന്ന ഒരു രീതിയല്ല. അല്ല, മുകേഷ് സ്ഥാനാർത്ഥി ആയിടം തൊട്ടു തുടങ്ങിയ വിവാദങ്ങൾ ഇടവേള വന്നെന്ന് വെച്ചാൽ ഇത് CPM-ന് തുടർ തലവേദനകൾ സൃഷ്ടിച്ചു. ഇടയ്ക്ക് പുള്ളിയുടെ ഫോൺ ഒരു കുട്ടിയോട് ഫോൺ അതാ പറഞ്ഞ ഫോണിൽ സംസാരം അതൊക്കെ വലിയ വൈറലായിട്ട് മാറിയതാണ്. പിന്നെ ഈ സരിതയുമായിട്ടുള്ള അതൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിലും സരിതയുടെ ഇന്റർവ്യൂ വന്നതാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഓരോ ഇലക്ഷൻ ടൈമിലും ഇതിങ്ങനെ രംഗത്ത് വരും. പിന്നെ രണ്ടാം വിഭാഗം പിന്നെ വേർപിരിഞ്ഞപ്പോഴും വിവാദങ്ങളുണ്ട്. അതെ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ സരിതയുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ അവർ ഡൈവേഴ്സ് കൊടുത്തിട്ടില്ലെന്നാണ് ഇയാൾക്ക് നിയമപരമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നിയമപരമായിട്ട് ഡൈവേഴ്സ് കൊടുക്കാതെ രണ്ടാമത് എങ്ങനെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് അത് വിവാഹം രജിസ്റ്റർ ചെയ്തോ ഇല്ല എന്നുള്ളതിലൊക്കെ സംശയമുണ്ട്. നിയമപ്രശ്നങ്ങളുണ്ട്. ഏതായാലും അത് ഒരു പൊഴിഞ്ഞു പോയതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം ഇപ്പൊ അത് ഉദിക്കുന്നില്ല.
അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മുകേഷിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പീഡനത്തിന് ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. കാര്യം കേസെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. കാരണം ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് രഞ്ജിത്തിനെതിരെയും സിദ്ദിഖിനെതിരെയും ഒക്കെ കേസെടുത്തപ്പോൾ ജയസൂര്യക്കെതിരെ കേസെടുത്തു, ഇടവേള ബാബുവിനെതിരെ കേസെടുത്തു, അങ്ങനെ പലർക്കെതിരെയും കേസെടുത്തപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ, പിന്നെ ഒരു വക്കീല് ഒരു ചന്ദ്രശേഖരൻ, അയാൾ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഇന്ന് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കെതിരെ എല്ലാം കേസെടുത്തപ്പോൾ മുകേഷിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുമല്ലോ. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് കേസെടുത്തു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം സിനിമാക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സമിതി രൂപീകരിച്ചായിരുന്നല്ലോ, ഒരു നയരൂപീകരണ സമിതി. അതിൽ മുകേഷിനെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനം ഉണ്ടായി. അപ്പം MLA സ്ഥാനം ഒഴിയുന്നതിന് പകരം അതിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ പകുതി പ്രശ്നം പരിഹരിക്കും എന്നൊരു പിന്നെ രീതി വരുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ ആ സമിതിയിൽ നിന്ന് എന്തായാലും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ വ്യത്യസ്ത സംഭവമല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, തുടർ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ പോലും ഒരു ഏകീകൃത ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, UDF-ന് കഴിഞ്ഞിട്ടില്ല. അതെ, അത് ശരിയാണ്. കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. BJP അവിടെ ഇവിടെയൊക്കെ ചില പ്രതിഷേധങ്ങൾ, ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളൊരു സമരം നടത്തുന്നു, അത്രേ ഉള്ളൂ. എന്നതിനപ്പുറം ഒരു ഇടതുപക്ഷത്ത് അല്ല, പ്രതിപക്ഷത്ത് LDF ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ LDF ആയിരുന്നെങ്കിൽ ഇവിടെ ചിലപ്പോ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും പിന്നെ കത്തലും ഒക്കെ നടന്നേനെ. വിൻസെന്റ് MLA-ക്കെതിരെ ഒരു സ്ത്രീയുടെ ആരോപണം വന്നതിനെ പിടിച്ച് ജയിലിലിട്ടു. അതെ അതെ, ജയിലിൽ കിടന്ന അദ്ദേഹം MLA ജയിലിൽ കിടന്നു. അപ്പൊ അത് പ്രതിപക്ഷത്തിന് ഇപ്പൊ ജനങ്ങളൊക്കെ പറയുന്നത് പ്രതിപക്ഷത്തിന് ഒരു കൂട്ടായ ഒരു സമരം സംഘടിപ്പിക്കാൻ, അത് ഘടകകക്ഷികൾ RSP കൊല്ലത്ത് ആയതുകൊണ്ടാണ് RSP രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസും RSP അല്ലാതെ വേറെ ആരും, മുസ്ലിം ലീഗോ മറ്റു ഘടകകക്ഷികളോ ഒന്നും ഇക്കാര്യത്തിലൊന്നുമില്ല. യുവമോർച്ച ഒരു പ്രതിഷേധം കൊണ്ടൊക്കെ നടത്തിയിരുന്നു. അതൊരു പേരിന് വേണ്ടി വീട്ടിലേക്ക്. തിരുവനന്തപുരത്തും പ്രതിഷേധം ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു മൊത്തത്തിൽ ഒരു കേരളത്തെ ഞെട്ടുന്ന രീതിയിൽ ഒരു അക്രമം അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പ്രതിഷേധം. അതെ, ഇപ്പൊ ഉദാഹരണത്തിന് പ്രമുഖ നടന്മാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സംഭവം. അതിന് വരും ദിവസങ്ങളിൽ എന്തായാലും പ്രമുഖ നടന്മാരൊക്കെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സിദ്ദിഖ് കേസിൽപ്പെട്ടപ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം ഒന്നും മിണ്ടാതെ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് പ്രസിഡന്റ് മോഹൻലാൽ തടി തപ്പി. ഇപ്പൊ ജനം സംസാരിക്കുന്നു പറഞ്ഞാല് മോഹൻലാലിന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിറപൗരുഷം നിറഞ്ഞ എന്ത് സംഭവം ഉണ്ടായാലും സത്യത്തിന് വേണ്ടി നിലകൊണ്ട് എതിരാളികളെ അടിച്ച് നിലംപരിശാക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മോഹൻലാൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞോടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ ഈ നടന്മാരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു നിലപാട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കളവൊഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ എന്തിനാണ് ഇനി ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് നടക്കുന്നത്? ഇപ്പൊ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ സിനിമ ഇറങ്ങിയിരുന്നു, ടർബോ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് 73 വയസ്സെങ്ങാണ്ടുണ്ട്, 74 വയസ്സുള്ള ഈ മമ്മൂട്ടി അതിൻ്റെ അകത്ത് കാണിക്കുന്ന കോപ്രായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിൽ പറന്നിടിക്കുന്നു, ചാടി ഇടിക്കുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ രജനീകാന്തൊക്കെ തോറ്റുപോയി. അതെ അതെ അതെ, കാര്യം ഇതെല്ലാം സ്പെഷ്യൽ ഇഫക്റ്റ് വെച്ചിട്ട് ഇവർ വലിയ ഹീറോകളാക്കിയിട്ട് ഇവർ തന്നെ പൈസ കൊടുത്തിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. ആരാധകരുടെ ഒരു എന്താ പറയുക, ഇവരൊക്കെ വലിയ സൂപ്പർ മെഗാ സ്റ്റാർ എന്നുള്ള രീതിയിൽ. അല്ല, ഇനി നൂറുകണക്കിന് സിനിമകൾ അഭിനയിച്ചതാണ് ഈ മോഹൻലാലും മമ്മൂട്ടിയും. ഇവർ അഭിനയിച്ച സിനിമകളിലെ നായകന്മാരുടെ ധാർമ്മിക വശങ്ങളും മൂല്യങ്ങളും ഒരു തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും രംഗത്ത് വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഈ അഭിനയം നിർത്തി രംഗം വിടണം. അതല്ല, ഈ രണ്ടുപേരും ഈ റിപ്പോർട്ടിൽ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടു എന്നാണ് ജനം സംശയിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ജനം സംശയിക്കുന്നത്. കാരണം അത് പുറത്ത് വിടാത്തിടത്തോളം കാലം ഇവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ സ്വാഭാവികമായിട്ടും ധരിക്കുന്നത്. കാരണം കുറെ പേജുകൾ ഒഴിവാക്കിയിട്ടാണ് ഇത് കോടതിക്ക്. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് സ്വകാര്യത ബാധിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന്. സ്വകാര്യത എന്ന് പറഞ്ഞാൽ ശരിക്കും വേണ്ടത് അതിന്റെ അകത്ത് മൊഴി കൊടുത്ത വിക്ടിംസിനാണ് സ്വകാര്യതയെ മാറ്റിവെച്ചത്. അതിന് പകരം ഈ 108 ഭാഗങ്ങളാണ്, 21 പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ 108 കൂടെ സർക്കാർ കടും വെട്ടുപറ്റി.
അപ്പൊ ഇത് ആരെ അപ്പൊ സംരക്ഷിക്കും? അതിനകത്ത് തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയിലൊക്കെ ഉണ്ട ചില ആൾക്കാരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ MLA സർക്കാരിനെ തന്നെ മാത്രമല്ല, ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം, ഉണ്ട്, തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ പോലും ബാധിക്കുന്ന വിഷയങ്ങൾ. അത് ഇത് കാരണം തീർച്ചയായിട്ടും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു ചരടിൽ കോർത്തിണക്കിയ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, 15 പേരടങ്ങുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് വന്ന ദിവസം ഈ പവർ ഗ്രൂപ്പിനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗവർണർ ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ടവരിൽ ഒരു കേരള മന്ത്രിസഭയിൽപ്പെട്ട ഒരു അംഗം കൂടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ് ഗവർണർ പറഞ്ഞത്. അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ പേരിൽ. അതല്ല, പണ്ട് തിലകനെ ഒഴിവാക്കിയത് ഈ പവർ ഗ്രൂപ്പായിരുന്നു. അതെ അതെ. ആ പവർ ഗ്രൂപ്പ് ഇന്ന് നിലനിൽക്കുന്ന, പണ്ട് തിലകം പറയുകയും ചെയ്ത് ഈ അമ്മ പിരിച്ചുവിടണം എന്ന് പറയുന്നത് അവസാനം പിരിച്ചുവിട്ട അവസ്ഥയിലെത്തി. അതെ അതെ അതെ. ഇവരെല്ലാം ഇന്നലെ ദിലീപ് ജയിലിൽ കയറുമെന്ന് വരെ പറഞ്ഞത് പിന്നീട് ഫലിക്കുകയും ചെയ്തു. അതെ. ഇപ്പം ദിലീപിനെ കൂടെ ഇപ്പം കുറെ പേര് കൂടി കയറാൻ പോയി. ഇനിയിപ്പോ എത്ര പേര് കയറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്. ജയിലിലേക്ക് ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായിട്ട് മലയാള സിനിമ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനെ കേന്ദ്രീകരിച്ചാണ്. മലയാള സിനിമയുടെ ഈ സംഘടന, അഭിനേതാക്കളുടെ സംഘടന ചരിത്രത്തിലില്ലാത്ത വിധം നിന്ന് നാറുമ്പോൾ ഈ രണ്ട് കാരണവരാണല്ലോ, പ്രായം കൊണ്ട് അഭിനയശേഷി കൊണ്ട് ഇവർ കാരണവന്മാരാ. ഈ കാരണവന്മാര് മിണ്ടുന്നില്ല, രണ്ടുപേരും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപേക്ഷിച്ചു, രണ്ടുപേരും പ്രതികരിക്കുന്നില്ല. അല്ല, അവര് മോഹൻലാലാണെങ്കിൽ വാട്സാപ്പിലൂടെ സംഘടനയെ പിരിച്ചുവിടുകയും ചെയ്തു, ഇമെയിൽ വഴി. അപ്പൊ അതുകൊണ്ട് ഇവര് ശരിക്കും പറഞ്ഞാൽ ഒളിച്ചോടിയിരിക്കുകയാണ്. ഇവർ ഒളിച്ചോടിയാണ്. ആ ഒളിച്ചോടിയ സ്ഥിതിക്ക് ഇവര് സിനിമ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവര് സിനിമാ രംഗവുമായിട്ട് മുന്നോട്ട് പോയാൽ അത് കേരളത്തിലെ ഇവരുടെ സിനിമകൾ ഇനി കാണാതിരിക്കാനുള്ള ഒരു ധാർമ്മികത പ്രേക്ഷകർ കൂടി കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത്തരം കഥാപാത്രങ്ങൾ ഇവര് വന്നിട്ട് വലിയ സാത്വികന്മാരായിട്ട്, ആദർശശാലികളായിട്ട്, വലിയ പ്രതിഭാശാലികളായിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് പോയി കാശ് ചിലവാക്കി ഇരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ടല്ലോ, അവരിനി ഇവരെയൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്? ഇവരൊക്കെ ഇത്രേ ഉള്ളായിരുന്നല്ലോ എന്ന് നമ്മൾക്ക് ആലോചിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ധാർമ്മികത കീപ്പ് ചെയ്യാനെങ്കിലും ഇവർ ഈ രംഗം, ഈ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയതുപോലെ തന്നെ ഈ സിനിമയും അഭിനയം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും മേഖലയിൽ അവർ വിരാജിച്ചോട്ടെ. നിർമ്മാണമോ വേറെ എന്തെങ്കിലും വിതരണമോ അങ്ങനെ, അല്ലെങ്കിൽ തിയേറ്ററോ ആയിട്ടോ. ഇപ്പൊ ഇവർക്ക് ഇതെല്ലാം ഉണ്ടല്ലോ. മോഹൻലാലിനൊക്കെ തിയേറ്ററുണ്ട്, തിയേറ്റർ ശൃംഖലയുണ്ട്, നിർമ്മാണമുണ്ട്, നിർമ്മാണ കമ്പനി മമ്മൂട്ടിക്കും ഉണ്ട്, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരൊക്കെ അതുമായിട്ട് നിൽക്കട്ടെ. ഇനിയെങ്കിലും ഈ അഭിനയം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് വിട്ടുകൊടുക്കട്ടെ. അതാണ് ചെയ്യേണ്ടത്. ഇവര് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞ മാത്രമല്ല, ഇതുവരെ നായകന്മാരായിരുന്നു, ഇപ്പം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വില്ലന്മാരായി. പരസ്പരം കൈകോർത്തിരിക്കുന്ന വില്ലന്മാരുടെ വേഷത്തിലാണ് ഇപ്പൊ ജനമനസ്സുകളിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സാധനം. അതില്ലെങ്കിൽ അവർ രണ്ടുപേരും പുറത്തു വന്നു എന്നുകൊണ്ട് ഈ സംഭവത്തിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയുക. അതാണ് ജനം ആഗ്രഹിക്കുന്നത്. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.